ഡീകോഡ് ആദ്യം ഈ ദിവസത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ ഫോളോ അപ്പ് വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. വിവാദ ഫോൺ സംഭാഷണത്തിന് പിന്നാലെ തിരുവനന്തപുരം DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പാലോട് രവി രാജിവെച്ചു. KPCC നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരമാണ് രാജിവെച്ചില്ല എങ്കിൽ നടപടിയെടുക്കേണ്ടി വരുമെന്ന നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിരുന്നു. പാലോട് രവിയുമായി ഫോണിൽ സംസാരിച്ച ജലീലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയിരുന്ന A. ജലീലിനെയാണ് പ്രാഥമിക അംഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. KR സാജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. KR സാജു, ഇതിനു മുൻപ് പലപ്പോഴും പാലോട് രവി താൻ രാജിവെക്കുകയാണ് എന്നുള്ള ഭീഷണി നേതൃത്വത്തിന് മുൻപാകെ വെച്ചിരുന്നു. പക്ഷെ അന്ന് പാലോട് രവിയെ അനുനയിപ്പിക്കുന്ന ഒരു സമീപനമായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷെ ഇന്ന് വാക്ക് പാലോട് രവിയെ ചതിച്ചു, അത് കൈവിട്ടു പോയി, നേതൃത്വം ഇടപെട്ട് രാജി ആവശ്യപ്പെടുകയായിരുന്നു. എന്താണ് ശരിക്കും സംഭവിച്ചത്? അജി കുഞ്ഞുമോൻ, ഇന്ന് പാലോട് രവിയോട് KPCC നേതൃത്വം രാജി ആവശ്യപ്പെട്ടതാണ്. രാജിവെച്ചില്ലെങ്കിൽ നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പ് നൽകി. കാരണം ഇന്ന് ഫോൺ സംഭാഷണം പുറത്തു വന്നതോടുകൂടി അത് KPCC നേതൃത്വത്തെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഇതോടുകൂടി നടപടി അനിവാര്യമാണ് എന്ന വിലയിരുത്തലിലേക്ക് എത്തിച്ചേർന്നു. തുടർന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവരുമായി ടെലഫോണിൽ കൂടിയാലോചന നടത്തി നടപടി വേണം എന്ന നിലപാടിൽ പൊതു അഭിപ്രായമെത്തി. തുടർന്ന് AICC നേതൃത്വത്തെയും വിഷയത്തിന്റെ ഗൗരവം ധരിപ്പിച്ചു. പിന്നാലെയാണ് പാലോട് രവിയോട് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തന്നെ KPCC നേതൃത്വത്തിന്റെ തീരുമാനം എന്ന നിലയ്ക്ക് രാജി ആവശ്യപ്പെട്ടത്. രാജിവെച്ചില്ലെങ്കിൽ നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പ് നൽകി. ഇതോടുകൂടി പാലോട് രവി രാജിക്കത്ത് നൽകുകയായിരുന്നു. രാജിക്കത്ത് കിട്ടിയ നിമിഷം തന്നെ അത് സ്വീകരിക്കാനുള്ള തീരുമാനം എടുക്കുകയും സ്വീകരിച്ചു എന്ന വിവരം പാലോട് രവിയെ അറിയിക്കുകയുമാണ് ചെയ്തത്. പ്രാദേശിക തലത്തിലെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണം എന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് സംസാരിച്ചത് എന്ന പാലോട് രവിയുടെ വിശദീകരണവും നേതൃത്വം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പാലോട് രവിയുമായി സംസാരിച്ച ആ വിവാദ ടെലഫോൺ സംഭാഷണത്തിലുള്ള വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി A. ജലീലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. വലിയ അച്ചടക്ക ലംഘനം ജലീൽ നടത്തി എന്നാണ് നേതൃത്വം ഈ ഘട്ടത്തിൽ വിലയിരുത്തിയത്. നടപടിയെടുക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, പാലോട് രവിക്കെതിരെ നടപടിയെടുക്കാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കും എന്ന തരത്തിലുള്ള ചർച്ചകൾ കൂടി കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ നടന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ നടപടിയെടുക്കുന്നതിനും ഇനി മുന്നേ തന്നെ പാലോട് രവിയോട് രാജി ആവശ്യപ്പെടുകയും അദ്ദേഹം അതിന് വഴങ്ങുകയും ചെയ്തിരിക്കുന്നത്. അതോടുകൂടി KPCC നേതൃത്വത്തിന് നടപടിയെടുക്കുക എന്ന തലവേദന കൂടി ഒഴിവാക്കി കിട്ടി എന്നുള്ളതാണ് വസ്തുത. പകരം ചുമതല ആർക്കും ഇതുവരെ KPCC നേതൃത്വം കൈമാറുകയും ചെയ്തിട്ടില്ല. അജി, ശരി. KR സാജു ആണ് വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്.